എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഗ്രാമർ സ്കൂളിനെ പറ്റി. അതായത് യുകെയിലെ ഗ്രാമർ സ്കൂളിനെ പറ്റി പറയാനായിട്ടാണ്. അപ്പം ഒന്ന് രണ്ട് പേരെന്നെ വിളിച്ചായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് കുറച്ച് മെസ്സേജ് വന്നപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്യാം, അതാകുമ്പോഴത്തേക്കിനും കുഴപ്പമില്ലല്ലോ എന്നോർത്ത്. അപ്പം ഗ്രാമർ സ്കൂൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അത് ഫ്രീ ആണ്, ഫ്രീ എഡ്യൂക്കേഷനാണ്. അപ്പം തുടങ്ങുന്നത് 7ാം ക്ലാസ് തൊട്ടാണ് തുടങ്ങുന്നത്. 7ാം ക്ലാസ് തൊട്ട് അവർ 13 വരെ, അതായത് 6th ഫോം GCSE കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ 6th ഫോം അങ്ങനെയാണ്. അത് 13 വരെയാണ് അത് അവിടുത്തെ അഡ്മിഷന്. അപ്പം നമ്മൾ ഈ 7ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷന് നമുക്ക് എൻട്രൻസ് എക്സാം ഉണ്ട്. അതിന് 11+ എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം അതിന് കുറച്ച് സിലബസ് ഉണ്ട്. അതായത് ചിലയിടത്ത് സെം ഉണ്ട്, പിന്നെ GL അസസ്മെൻ്റ് ഉണ്ട്, പിന്നെ FSC സ്റ്റൈലുണ്ട്. അത് ഓരോ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ഓരോ ഏരിയസിനനുസരിച്ചിരിക്കും അത് എന്ത് സിലബസാണ് അവർ ഫോളോ ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇവരുടെ സിലബസ് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട് ഏത് സിലബസാണ് അവർ ഫോളോ ചെയ്യുന്നതെന്ന്. പിന്നെ അതിനകത്ത് ഒരു പേരൻസിനുള്ളൊരു ഗൈഡുണ്ട്, പിന്നെ കുട്ടികൾക്കുള്ളതുണ്ട്, ഒരു ഫെമിലറൈസേഷൻ ഗൈഡ് എന്ന് പറയുന്ന ഒരിതുണ്ട്. അന്നേരപ്പോഴത്തേക്കിനും അതൊന്ന് നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ പിള്ളേരെ വിടാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഒരു വെബ്സൈറ്റിൽ, അവിടുത്തെ സ്കൂളിൻ്റെ വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടും. പിന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല പേരൻസും പിള്ളേർ 3ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴത്തേക്കിനും തുടങ്ങുന്ന പേരൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തൊരാഗ്രഹമാണെന്ന് നോക്കി അവരുടെ മക്കൾ ഗ്രാമർ സ്കൂളിൽ പോകണമെന്നുള്ളത് അല്ലേ. അപ്പം അങ്ങനെ 3ാം ക്ലാസ് തുടങ്ങുന്നവരുണ്ട്, 4ൽ തുടങ്ങുന്നവരുണ്ട്, 5ൽ തുടങ്ങുന്നവരുണ്ട്. അപ്പം 3ലും 4ലും ഒക്കെ തുടങ്ങുന്നവർ അത്ര ഇതായിട്ടൊന്നും പിള്ളേരെ ഇതാക്കണ്ട, കാരണം കുഞ്ഞവർ കളിക്കേണ്ട പ്രായമൊക്കെ അല്ലേ. അന്നേരം ഇപ്പം ഒരു 30 to 45 മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു 1 അവർ ഒരു ദിവസം. അപ്പോൾ അതിനൊന്ന് അവരെ ഒന്ന് ഇരുത്തി ഒന്ന് പരിശീലിപ്പിച്ചാൽ മതി. അപ്പം ഇതിൻ്റെ രജിസ്ട്രേഷനൊക്കെ വരുന്നത് ഇതിൻ്റെ എക്സാം വരുന്നത് ഇയർ 6ലാണ്. അതായത് കുട്ടികൾ ഇയർ 6ലേക്ക് നമ്മുടെ സ്കൂൾ തുറക്കുമല്ലോ സെപ്റ്റംബറിൽ, അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ എക്സാം വരുന്നത്. അപ്പം ഒന്നുകിൽ സെക്കൻഡ് വീക്ക് ആയിരിക്കും, അത് എന്തായാലും അത് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എക്സാം. സെക്കൻഡ് വീക്ക് ആയിരിക്കും അല്ലെങ്കിൽ 3rd വീക്ക് ആയിരിക്കും. അപ്പം ഇതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞ് നേരത്തെ തുടങ്ങുന്നവരുണ്ടെന്ന്. അപ്പം നിങ്ങൾക്ക് ബുക്സ് മേടിക്കാൻ കിട്ടും. അപ്പം ഏത് അസസ്മെൻ്റ് ആണോ ഉള്ളത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് GL ആണെങ്കിൽ GLൻ്റെ ഇതുണ്ട്, എന്താ പറയുന്നത്, അസസ്മെൻ്റ് ഉണ്ട്, അസസ്മെൻറ്റിൻ്റെ ബുക്സ് ഉണ്ട്, അതിൻ്റെ പ്രാക്ടീസ് പേപ്പേഴ്സ് ഉണ്ട്. സെം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉണ്ട്, അല്ലെങ്കിൽ FSC സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉണ്ട്. FSC സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ചില സ്കൂളുകാർ ഈ മാത്സും ഇംഗ്ലീഷും അല്ലാതെ ഒരു ക്രിയേറ്റീവ് റൈറ്റിങ്ങും കൂടെ, എക്സ്റ്റെൻഡഡ് റൈറ്റിംഗ് വെക്കും ഇംഗ്ലീഷിലെ. അതൊരു 20 മിനിറ്റ്സ് ആണ്. ഒരു 15 മിനിറ്റ്സ് എഴുതാനും ഒരു 5 മിനിറ്റ്സ് കുട്ടികൾക്ക് അത് പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അന്നേരം ഇപ്പം അത് നോക്കണം. അത് നിങ്ങൾ ആ വെബ്സൈറ്റ് നോക്കുമ്പം നിങ്ങൾക്കത് അറിയാൻ പറ്റും അവിടെ എന്താ പറയുന്നത്, അവർക്കത് റൈറ്റിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് അവരത് കൊടുത്തേക്കും. പിന്നെ ഞാൻ ഈ ബുക്സിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മേടിക്കേണ്ടവർക്ക് അത് മേടിക്കാം. ഇപ്പം പിന്നെ ഉള്ളതൊരു വൊക്കാബുലറീസ് എന്ന് പറയുമ്പോഴത്തേക്കിന് കുറേ വേർഡ്സ്, ഒരു 200ൻ്റെ 100ൻ്റെയൊക്കെ വേർഡ്സിൻ്റെ അതിൻ്റെ തന്നെ മീനിങ്ങുമായിട്ടുള്ളതുണ്ട്. ഫ്ലാഷ് കാർഡ്സ് അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഈ 11+ന് വൊക്കാബുലറീസ് ഒക്കെ വരുന്നത് കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പോൾ ചില സമയത്തൊന്നും ഞാനിവിടെ മോനെ പഠിപ്പിക്കാൻ നേരം ഞാൻ ചില വേർഡ്സൊക്കെ കാണുമ്പോഴത്തേക്കിനും ഞാൻ അവർക്ക് ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ല, അങ്ങനത്തെ വേർഡ്സൊക്കെ ഉണ്ട്. അന്നേരം ഇപ്പം വൊക്കാബുലറീസ് അന്നേരപ്പോഴത്തേക്കിനും അത് മേടിക്കുന്നത് നല്ലതായിരിക്കും പിള്ളേരുടെ വൊക്കാബുലറിക്കും. പിന്നെ എന്താ പറയുന്നത്, നമ്മൾ ഈ സിനോണിംസും ഒക്കെ ആണെന്നുണ്ടെങ്കിലും പിള്ളേർക്കത് കുറച്ചൊരു ഫെമിലിയർ ആകും പിള്ളേർ അതുമായിട്ട്. പിന്നെ ഈ വൊക്കാബുലറീസ്, ഈ ഫ്ലാഷ് കാർഡ് മേടിക്കണം എന്ന് പറഞ്ഞതിൻ്റെ വേറെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനോണിംസ് ഉണ്ട്, അത് അർത്ഥങ്ങൾ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യനകത്തുണ്ട്. ഇത് മെയിനായിട്ടും ഇംഗ്ലീഷ്, മാത്സ്, പിന്നെ നോൺ വെർബൽ റീസണിങ്, വെർബൽ റീസണിങ്. അപ്പം ഇംഗ്ലീഷ് വരുമ്പം അതിനകത്ത് കോംപ്രിഹെൻഷൻ ഉണ്ട്, അതായത് പാസേജ് വായിച്ചിട്ട് കുട്ടികൾ ആൻസർ കണ്ടുപിടിച്ച് എഴുതണം.
പിന്നെ പിന്നെ ഗ്രാമറുണ്ട്. ഗ്രാമറിനകത്ത് വരുമ്പോൾ ഒരു പങ്ക്ച്വേഷൻസ് ആണ് മെയിനായിട്ട് നോക്കുന്നത്. ഗ്രാമർ നോക്കും, ടെൻസ് നോക്കും, പങ്ക്ച്വേഷൻസ് നോക്കും. അതൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്രിയേറ്റീവ് റൈറ്റിംഗ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ മാത്സും ഇംഗ്ലീഷും അല്ലാതെ അതിന് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ സ്കൂളുകാർ നോക്കും ഈ എക്സ്റ്റൻഡഡ് റൈറ്റിങ്ങിന് അവർക്ക് അപ് ടു സ്റ്റാൻഡേർഡ് ആണോ എന്ന് നോക്കും അവരെഴുതിയേക്കുന്നത്. ഇൻ കേസ് മാത്സിനും ഇംഗ്ലീഷിനും പാസ്സായാലും ആ റൈറ്റിങ്ങിന് ഇത്തിരി മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കുട്ടിക്ക് അഡ്മിഷൻ കിട്ടാതെ പോകും. അപ്പം അതുകൊണ്ട് ഈ മാത്സും ഇംഗ്ലീഷും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ ക്രിയേറ്റീവ് റൈറ്റിങ്ങും പിള്ളേരെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ബുക്സ് മേടിക്കുമ്പോഴത്തേക്കിന് FSC സ്റ്റൈലിൻ്റെ ബുക്സ് മേടിക്കുമ്പം അതിനകത്തുണ്ട് ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ടോപ്പിക്സ് ഉണ്ട്. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുന്നത് ഒരു സ്പോർട്സ് ഡേ പറ്റി കുട്ടികളോട് എഴുതാൻ പറയാം. അല്ലെന്നുണ്ടെങ്കിൽ അവർ വിസിറ്റ് ചെയ്ത ഒരു സ്ഥലത്തെ പറ്റി എഴുതാൻ പറയാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മലയാളത്തിലൊരു ഒരു സ്റ്റോറി പറഞ്ഞിട്ട് കുട്ടികളോട് അത് ഇംഗ്ലീഷിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതാൻ പറയാം. അങ്ങനെയൊക്കെ പിള്ളേർക്ക് എന്താ പറയുന്നത് ഇത് അത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ബുക്സ് വായിപ്പിക്കുക. കുട്ടികളെ കൊണ്ട് ലൈബ്രറിയിൽ നിന്നൊക്കെ ബുക്സ് എടുത്ത് വായിപ്പിക്കാനത് ഹാരി പോട്ടറൊക്കെ നല്ല ബുക്സാണ് വായിക്കാനായിട്ട്. അപ്പം അതൊക്കെ പിള്ളേരെ കൊണ്ട് വായിപ്പിക്കുക. ഒരു ദിവസം ഒരു പേജേലും ഒന്ന് വായിപ്പിക്കാൻ നോക്കുക. അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇംഗ്ലീഷിന് ഞാൻ പറഞ്ഞു. മാത്സിനകത്ത് വരുന്നത് ഇത് എന്താ പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഫ്രാക്ഷൻസ് ഉണ്ട്, പിന്നെ പെർസെൻറ്റേജ് ഉണ്ട്, പൈ ചാർട്ട് ഉണ്ട്, പിന്നെ ഡയഗ്രാംസ് ഉണ്ട്. അതൊക്കെയാണ് മാത്സിൽ വരുന്നത്. പിന്നെ വെർബൽ റീസണിങ് എന്ന് പറയുന്നത് അതിനകത്ത് ഈ പസിൽസ് ഒക്കെ ഇല്ലേ, നമ്മൾ ഈ ഇംഗ്ലീഷ് സുഡോക്കു പസിൽസ് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് വെർബൽ റീസണിങ് വരുന്നത്. നോൺ വെർബൽ റീസണിങ് വരുന്നത് ഷേപ്സും പാറ്റേൺസും ഒക്കെയാണ്. അപ്പം അത് കുട്ടികളോട് ചിലപ്പോൾ അവർ ചോദിക്കുന്നത് ഇത് അടുത്ത പടം എന്തായിരിക്കും വരുന്നത്, അങ്ങനെയൊക്കെയാണ് ചോദിക്കും. പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ വരുമ്പോഴത്തേക്കിനും ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, സിനോണിംസ് വരും, ആൻറ്റോണിംസ് വരും, പിന്നെ ഓഡ് വൺ ഔട്ട്, അതൊക്കെ ഇംഗ്ലീഷിൽ വരുന്ന ഇതാണ്. അപ്പം അതൊക്കെ കുട്ടികളെ ഒന്ന് നല്ലപോലെ ഒന്ന് പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടും. പിന്നെ ഇത് രജിസ്ട്രേഷൻ ഞാൻ പറഞ്ഞു. രജിസ്ട്രേഷൻ തുടങ്ങുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ 6th 6ാം ക്ലാസ്സിലെ തുടക്കമാണ് എക്സാം എന്ന് പറഞ്ഞില്ലേ. അപ്പം ആ ഇയർ തന്നെ അതായത് കുട്ടികൾ 5ാം ക്ലാസ്സിലായിരിക്കുമ്പോഴത്തേക്കിനും മെയ് തൊട്ട് ജൂലൈ വരെയാണ് എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ട സമയം. അപ്പം മെയ് തൊട്ട് ജൂലൈ എന്ന് പറയുമ്പം അതെപ്പം വേണമെങ്കിലും ചെയ്യാം. അപ്പം നിങ്ങൾ ചെയ്ത് കഴിയുമ്പം അവരൊരു ഇമെയിൽ അയക്കും, ഇന്നപോലെ നിങ്ങൾ ആപ്ലിക്കേഷന് സക്സസ്ഫുള്ളി അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് എൻട്രൻസ് ടെസ്റ്റിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്കൊരു ഇതും കാണത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കിനുമാണ് അടുത്ത ഇമെയിൽ വരുന്നത്. ഇതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് എക്സാം എപ്പോഴാണെന്നും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയാണെന്നും അങ്ങനെയുള്ളതൊക്കെ വരുന്നത്. പിന്നെയും ചില സ്കൂളുകളിൽ നിന്ന് നമ്മുടെ ഈ സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ട് എക്സാം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ചില സ്കൂളുകളിൽ നിന്ന് നിങ്ങൾക്കൊരു ഫോം അയക്കും. അതായത് നിങ്ങൾ പേരൻസിൻ്റെ സൈൻ ഇടേണ്ടതും കുട്ടിയുടെ ഫോട്ടോ ഒട്ടിക്കേണ്ട ഫോമും, പിന്നെ ഒരു ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ ചെന്നിട്ട് സൈൻ ചെയ്യിക്കേണ്ടതാണ്. അന്നേരം ഇപ്പം അതും കൂടെ കൂട്ടിയിട്ട് സ്കൂളിൽ നിന്ന് സൈൻ ചെയ്തിട്ട് ആ പേപ്പറും കൊണ്ട് വേണം ആ ഫോമും കൊണ്ട് വേണം എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട്. പക്ഷെ ചില സ്കൂളിൽ നിന്നൊന്നും അത് അയക്കത്തില്ല. അവർക്കത് വേണ്ട. അവർക്ക് അങ്ങനെ ID കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും വേണ്ട. അപ്പം അത് നിങ്ങൾ ഏത് സ്കൂളിലെയാണോ അത് അവർ അയച്ചു തരുമ്പോൾ അത് മെയിൽ ചെക്ക് ചെയ്യുക. അത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മെയിൽ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് അറിയാൻ പറ്റില്ല എന്തൊക്കെയാണെന്നുള്ളത്. അത് മെയിൽ ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞു ഇത് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കുന്ന കാര്യം. അത് നാളെ തൊട്ടാണെങ്കിൽ നാളെ തൊട്ട് നിങ്ങൾ തുടങ്ങുക. അപ്പം 4ാം ക്ലാസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു 45 ഒരു 1 hour മാക്സിമം ഒക്കെ ഒരു ദിവസം മതിയെന്ന്. പിന്നെ ആ സമയത്ത് അപ്പോൾ കുട്ടികൾ 5ാം ക്ലാസ്സിലോട്ട് കയറുമ്പോഴത്തേക്കും നമ്മളത് കുറച്ചുകൂടെ സീരിയസ് ആവണം. കാരണം ഇത്തിരി ഒരു എന്താ പറയുന്നത് നമ്മുടെ ആ കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു ഇതല്ല. ഇവർ പറയും ഈ സ്കൂളുകാർ പറയും പ്രത്യേകിച്ച് ട്യൂഷനൊന്നും വേണ്ട, സ്കൂളിൽ പഠിപ്പിക്കുന്നത് തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയല്ല. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് കുറച്ച് പുറകോട്ടാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കിനും കുറച്ച് മുന്നോട്ടാണ്. അതിൻ്റെ ആ മാത്സും അതൊക്കെ ഒരു സെപ്പറേറ്റ് ഒരു ഇതാണ്. അപ്പം കുട്ടികൾ അതൊന്നും സ്കൂളിൽ ചെയ്യുന്നതല്ല. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ഈ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ബുക്സൊക്കെ മേടിച്ചു കൊടുക്കുക. പിന്നെ
ട്യൂഷന് വിടുന്നവരുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ നാട്ടിൽ നിന്ന് ട്യൂഷൻ എടുക്കാതിരിക്കുക. അതാണ്. കാരണം എനിക്കങ്ങനെ അബദ്ധം പറ്റിയതാണേ. നാട്ടിൽ നിന്ന് ഞാനും ട്യൂഷന് ഞാൻ അറേഞ്ച് ചെയ്തു. അപ്പം ഓക്കെ, ട്യൂഷൻ അവൻ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഞാനിരുന്നു. പക്ഷെ ഞാൻ മോക്ക് ടെസ്റ്റിന് വിട്ടു അവനെ. ഞാൻ ഒരു 4 മന്ത്സിന് മുന്നേ ഒരു മോക്ക് ടെസ്റ്റിന് ഞാൻ വിട്ടേ. മോക്ക് ടെസ്റ്റിന് വിട്ടപ്പോഴത്തേനും എൻ്റെ റിപ്പോർട്ട് വന്നപ്പോഴത്തേനും അവന് മാർക്ക് വളരെ കുറവായിരുന്നു. അപ്പം ഞാനത് നോക്കിയപ്പോഴത്തേക്കിനും ട്യൂഷന് പഠിപ്പിക്കുന്ന പാറ്റേണും ഈ എക്സാമിന് വന്ന പാറ്റേണും അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അന്നേരപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈയിടെ അബദ്ധമായി പോയല്ലോ നാട്ടിൽ നിന്ന്. കാരണം ഇവർ പക്ഷേ ഈ സെമ്മിൻ്റെയാണ് ജീലിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പഠിപ്പിക്കുന്നത്. പക്ഷേ അത് പഠിപ്പിച്ചതിനകത്ത് എനിക്ക് ഈ മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് എനിക്കത് അറിയാൻ പറ്റിയത് അയ്യോടെ ഇങ്ങനെയല്ലല്ലോ എന്ന്. അതോടെ ഞാൻ ട്യൂഷൻ നിർത്തിയായിരുന്നു. പിന്നെ മോന് ട്യൂഷൻ ഇല്ലാതെയാണ് പോയത്. ഞാൻ ഈ പ്രാക്ടീസ് ബുക്സും ഒക്കെ അത് ഞാൻ ജി എല്ലിൻ്റെ ഒന്നും, അവൻ 2 എക്സാം എഴുതിയായിരുന്നു. ഒന്ന് ജി എല്ലും ഒന്ന് FSC സ്റ്റൈലും. അപ്പം ഞാൻ FSC സ്റ്റൈലിൻ്റെ മാത്രം, FSC സ്റ്റൈൽ എനിക്ക് തോന്നുന്നത് പുതിയൊരു ഇതാണ്. അതുകൊണ്ട് നമുക്ക് ഓൺലൈനിലൊക്കെ ഇത്തിരി പാടാണ് FSC സ്റ്റൈലിൻ്റെ കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ FSC സ്റ്റൈലിൻ്റെ കുറച്ച് ബുക്സ് മേടിച്ചു. ജി എല്ലിൻ്റെ ബുക്സ് ഒന്നും ഞാൻ മേടിച്ചില്ല. പക്ഷേ അത് ഞാനത് ഇതിനകത്ത് ഇട്ടേക്കുന്ന ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മേടിക്കാൻ വേണ്ടിയൊക്കെ നോക്കിയതാണ്. പക്ഷെ ഞാനത് മേടിച്ചില്ല. അല്ലാതെ തന്നെ ഞാൻ അത് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ FSC സ്റ്റൈൽ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ ഈ മാത്സും ഇംഗ്ലീഷും ഒക്കെ ഏകദേശം ഒക്കെ സെയിം പാറ്റേൺ തന്നെയാണ്. ജി എല്ലിൻ്റെ വരുന്നതും സെമ്മിൻ്റെ വരുന്നതും എല്ലാം സെയിം പാറ്റേൺ ഒക്കെ തന്നെയാണ്. പിന്നെ FSCക്ക് ആ റൈറ്റിംഗ് ഇത്തിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ട്യൂഷൻ്റെ കാര്യം പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ ആലോചിച്ചിട്ട് നാട്ടിൽ നിന്ന് ട്യൂഷൻ എടുക്കുക. പിന്നെ ഇവിടെ കുറേ ട്യൂഷൻ സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇത് പൈസ ഇത്തിരി കൂടുതലാണ്. അതായത് ഒരു 45 പൗണ്ട്സ് ഒക്കെയാണ് ചിലരൊക്കെ പറഞ്ഞത്. 45 ഉണ്ട്, 35 ഉണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. അന്നേരം ഇപ്പം അത് നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ട്യൂഷൻ കൊടുക്കുക. പക്ഷെ അത് ട്യൂഷൻ കൊടുക്കുമ്പോൾ ട്യൂഷനായിട്ട് മാത്രം നമ്മളിരുന്നാൽ പോരാ. നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ വേണമെന്ന് നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ നമ്മളും കഷ്ടപ്പെടണം കുട്ടികളുടെ കൂടെ തന്നെ. ഇപ്പോൾ പേരൻസിൽ ഒരാൾക്ക് പറ്റിയില്ലെങ്കിൽ ഒരാളിരിക്കുക. അപ്പം അങ്ങനെ നമ്മൾ ഇവരെ ഏൽപ്പിച്ചിട്ട് പോകാൻ പാടില്ല. ഓക്കെ, നീ അത് ചെയ്തോ എന്നും പറഞ്ഞിട്ട് പോകാൻ പാടില്ല. നമ്മൾ ആ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ. അത് ടെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല, പ്രാക്ടീസ് ടെസ്റ്റ്, അതൊക്കെ ഒരു 55 ആണ് മാക്സിമം ഒരു എക്സാമിൻ്റെ. അപ്പം 55 ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് തന്നെ അത് അവർ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. കാരണം ഒരു ക്വസ്റ്റ്യൻ, ഇതിപ്പം ഓഡ് 1 ഔട്ട് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതൊരു 10 ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ 5 മിനിറ്റ്സിൽ എഴുതാനുള്ളത്. അതുപോലെ ഈ കോംപ്രിഹെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 12 മിനിറ്റ്സ് ആയിരിക്കും. ആ 12 ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ നമ്മളത് എഴുതണം. അപ്പം അങ്ങനെ നിങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇപ്പം അതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു 5 മിനിറ്റ്സ് ആണെങ്കിൽ 5 മിനിറ്റ്സ് ടൈമർ വെച്ചിട്ട് 5 മിനിറ്റ്സ് ചെയ്യുക. ഇൻ കേസ് കുട്ടികൾ ചിലപ്പോൾ അവർക്ക് എക്സ്ട്രാ ടൈം വേണ്ടി വരും. അന്നേരം അത് ആ 5 മിനിറ്റ്സിൽ ഇച്ചിരി കൂടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അത് ക്ഷമയോടെ നിങ്ങളിരിക്കുക. പിന്നെ മുന്നോട്ട് വരുംതോറും 5ാം ക്ലാസ്സിലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ ടൈം മാനേജ്മെൻറ്റ് നല്ലപോലെ നോക്കുക. കാരണം പല കുട്ടികൾക്കും പറ്റുന്ന അബദ്ധമാണ് എക്സാമിന് ചെന്ന് കഴിയുമ്പോൾ ടൈമില്ലെന്ന് പറയുക. അത് ടൈം മാനേജ്മെൻറ്റ് അത് ശരിയായിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യാഞ്ഞിട്ടാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അത് നോക്കുക. പിന്നെ നിങ്ങൾ ഇവിടുന്ന് ട്യൂഷൻ ഇവിടെ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളും കൂടെ ഇരിക്കുക. മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അപ്പം നിങ്ങളുടെ അടുത്ത് ഞാനിപ്പോൾ വേറെ സ്ഥലമായിരിക്കും, ഞാൻ ഈ സ്ഥലമായിരിക്കത്തില്ല നിങ്ങൾ. അതുകൊണ്ട് അവരവരുടെ സ്ഥലത്തുള്ള 11+ൻ്റെ മോക്ക് ടെസ്റ്റ് എന്ന് നിങ്ങൾ ചിലപ്പോൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എന്താ പറയുന്നത്, അത് റിക്വസ്റ്റ് ചെയ്യാം, അത് നമുക്ക് ബുക്ക് ചെയ്യാം. പക്ഷേ അത് ബുക്ക് ചെയ്യുമ്പോഴത്തേനും കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യണം. കാരണം ചില ഏരിയസിലൊക്കെ ഒറ്റ സ്കൂളെ കാണുള്ളൂ. അന്നേരം അതുപോലെ കുട്ടികളും കാണും. അപ്പോൾ ഇവർക്ക് ഇത്ര കുട്ടികളെ മോക്ക് ടെസ്റ്റിന് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കിനും നിങ്ങളത് ഇൻ അഡ്വാൻസ് അത് ബുക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് ബുക്ക് ചെയ്യുമ്പം ഓൺലൈൻ എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. അത് എന്താ പറയുക, ഫേസ് ടു ഫേസ് അവിടെ പോയിട്ടുള്ള എക്സാം ഉണ്ടല്ലോ, അത് ചെയ്യണം. കാരണം ആ കുട്ടികൾക്ക് ഒരുപാട് ഇല്ലെങ്കിൽ ഇവർ ഈ ഒറിജിനൽ എക്സാമിന് പോകുന്ന സമയത്ത് അവർ ചിലപ്പോൾ പാനിക്കാകും. കാരണം ഇത്രയും ആൾക്കാരെയൊക്കെ ഒരുമിച്ച് കാണുമ്പോഴത്തേക്കിന്. അതുകൊണ്ട് മോക്ക് ടെസ്റ്റിന് അങ്ങനെ ഒരു പ്രയോജനമുണ്ട്. കുട്ടികളുടെ ആ ഒരു സ്ട്രെസ്സ് അവർക്ക് എന്താ പറയുന്നത്, ഒരുപാട് ആൾക്കാർ വരുമ്പോഴത്തേക്കിനും അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് അവർക്കത് അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ അവിടെ ഒറിജിനൽ എക്സാം പോകുമ്പോഴത്തേക്കിനും അത് പല പല റൂമുകളിലായിട്ടാണ് അവരെ ഇരുത്തുന്നത്.
പക്ഷേ ഈ മോക്കിന് പോകുമ്പോഴത്തേക്കിന് കുറേ പിള്ളേർ ഒരുമിച്ച് ഒരു ഹോളിലായിരിക്കും. അപ്പോൾ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് ഞാൻ പറയും ഒരു 6 മന്ത്സ് കൂടെയുള്ള, അപ്പോൾ അതായത് 5ാം ക്ലാസ്സിൻ്റെ ഒരു ഹാഫ് ആകുമ്പോഴത്തേക്കിനും നിങ്ങൾ മോക്ക് ടെസ്റ്റ് ബുക്ക് ചെയ്യണം കുട്ടികൾക്ക്. അന്നേരം അവർക്കത് ഇപ്പം ഒരേ ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മാസത്തിൽ ഒന്നാണെങ്കിൽ എടുത്താൽ മതി. ഇപ്പം മാർക്കൊക്കെ ഇത്തിരി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. അതനുസരിച്ചിട്ട് പിള്ളേരെ ഒന്നും കൂടെ പുഷ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ പിള്ളേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് എടുക്കണം. പിന്നെ ഇത് എന്താ പറയുന്നത്, സമ്മർ ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അതും ഈ മോക്ക് ടെസ്റ്റിൻ്റെ അവർക്ക് തന്നെ കാണും. സമ്മർ ക്ലാസ്സസ് ഉണ്ട്. അതൊക്കെ 3 ഡേയ്സ് ആയിരിക്കും. അത് നമുക്ക് ഈ ഹോളിഡേയ്സ്, കുട്ടികളുടെ ഹോളിഡേയ്സ് വരത്തില്ലേ, അപ്പോഴായിരിക്കും സമ്മർ ക്ലാസ് വരുന്നത്. ഒരു 3 ദിവസത്തേക്ക്. അതിനൊരു 3 ദിവസത്തേക്ക് അത് ഒരു 3 മണിക്കൂറേ കാണുകയുള്ളൂ. ദിവസം 3 മണിക്കൂർ വെച്ചിട്ട് 3 ദിവസം. ചിലപ്പോൾ ഒരു 200 പൗണ്ട്സ് ഒക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. കാരണം കുട്ടികൾക്ക് ആ ഒരു ഇത് ഇപ്പോൾ റൈറ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, റൈറ്റിംഗ് ഉള്ളതാണെങ്കിൽ അവരത് കുട്ടികളെ കൊണ്ട് അത് പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്യും റൈറ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും. പിന്നെ മാസ്റ്റർ ക്ലാസ് ഉണ്ട്. അതും ഒരു 3 ദിവസത്തെയാണ്. അതിനും ഈ സെയിം പറഞ്ഞ എമൗണ്ട് തന്നെയാണ്. അപ്പം നമ്മൾക്ക് ഇത്തിരി കഷ്ടപ്പെടണം. നമ്മൾക്ക് എന്താ പറയുന്നത്, ഇത്തിരി പൈസ ഒക്കെ പൈസ ചിലവാണ്. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു എന്താ പറയുന്നത്, ഭാവി വേണമെന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി വേണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെ പോയി കഴിഞ്ഞാൽ, ഗ്രാമർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ഭാവി ഉണ്ടാകും അല്ല, ഒരിക്കലും അല്ല. ഇപ്പം ഗ്രാമർ സ്കൂളിലല്ലാതെ നമ്മുടെ സാധാ സ്കൂളിൽ പഠിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്, നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പിള്ളേർ ഇല്ലേ. അപ്പം നമ്മുടെ ഒരു ആഗ്രഹമാണ് നമ്മളൊക്കെ മക്കളെ ഗ്രാമർ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം, അങ്ങനെയുള്ളത് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇത്തിരി കഷ്ടപ്പെടാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ മേടിക്കാൻ പറ്റും. പിന്നെ ഗ്രാമർ സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടികൾ അക്കാഡമിക്കലി കുറച്ച് ബ്രില്യൻ്റ് ആയിരിക്കും. അപ്പം നമ്മളിപ്പം വേറൊരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടീനെയും ഇവിടെ പഠിക്കുന്ന കുട്ടീനെയും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും ഇവരുടെ ആ ലെവല്, ഗ്രാമർ സ്കൂളിലെ പിള്ളേരുടെ ലെവല് കുറച്ച് ഹൈ ആണ്. അപ്പം അതൊരു കാര്യം. പിന്നെ അവർ കുറച്ച് ഡിസിപ്ലിൻഡ് ആയിരിക്കും. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലെ സ്കൂളില്ലേ, അതുപോലെ കുറച്ച് ഡിസിപ്ലിനും. കാരണം ഓരോ കുട്ടികളെയും ഇവർ ശ്രദ്ധിക്കും. ഗ്രാമർ സ്കൂളിൽ ശ്രദ്ധിക്കും. ആ ടീച്ചർമാരും, അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാരും അതുപോലെ ഹൈലി ട്രെയിൻഡ് ടീച്ചർമാരാണ്. CSE കഴിയുമ്പോഴത്തേനും അവർക്ക് വേറെ കോളേജ് തപ്പി പോകണ്ട. ഇവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. 6th ഫോം എന്ന് പറയും. അപ്പം ഇയർ 12നും 13നും പറയുന്നത് 6th ഫോം എന്നാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്താണോ, നമുക്ക് ഭാവിയിൽ അവർക്ക് ഇപ്പോൾ ഡോക്ടർ ആവാനാണോ, വല്ല ആർക്കിടെക്റ്റ് ആവാനാണോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാനാണോ, അങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ അത്രയും ഇത് കൊടുക്കും കേട്ടോ, ഇമ്പോർട്ടൻസ് കൊടുക്കും. അവരതിനു വേണ്ടി ട്രെയിൻ ചെയ്യും കുട്ടികളെ. പിന്നെ ഈ 6th ഫോം കഴിയാറാകുമ്പോഴത്തേക്കിനും ഇവർക്ക് മറ്റേ നമ്മുടെ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടല്ലോ, ഇത് റസൽ ഗ്രൂപ്പ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ്, അത് നല്ല യൂണിവേഴ്സിറ്റിയാണ് റസൽ ഗ്രൂപ്പ്സ്. അതെ. പിന്നെ ഈ ഓക്സ്ഫോർഡ്, അവിടെ നിന്നൊക്കെ പിള്ളേർക്ക് ഈ 6th ഫോമിൽ പഠിക്കുമ്പോൾ തന്നെ ഓക്സ്ഫോർഡിൽ നിന്നൊക്കെ പിള്ളേർക്ക് വന്ന് ക്ലാസ് എടുക്കും ഇവിടെ വന്നിട്ട്. പിന്നെ ഇവർക്ക് പിന്നെ ഈ കോളേജിൽ നിന്ന് തന്നെ സെലക്ഷൻ കിട്ടും യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇവരുടെ ആ മാർക്കിനെ അനുസരിച്ചിട്ടാണ്. കാരണം മാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ GCSE വരുമ്പോൾ ഇത്ര മാർക്ക് വേണമെന്നുണ്ട്. അതുപോലെ തന്നെ A ലെവൽ ആകുമ്പോഴും നമ്മൾക്കിപ്പോൾ കോളേജിലെ പിള്ളേർക്ക് കിട്ടുന്നതിനേക്കാളും ഒരു ഇത്തിരി കൂടെ ഹയസ്റ്റ് മാർക്ക് വേണം ഇവർക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി, അങ്ങനെയുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇവിടെ പോകുന്ന കുട്ടികൾ 7ാം ക്ലാസ്സിൽ തുടങ്ങുമ്പോൾ അവർക്ക് ഇച്ചിരി പാടായിരിക്കും. കാരണം അവർ മറ്റേ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അവർക്ക് കുറച്ച് പാടായിരിക്കും. ആദ്യത്തെ ഒരു 3-4 മാസമേ കാണുള്ളൂ. അത് കഴിയുമ്പോൾ കുട്ടികൾ ആ ഒഴുക്കിൽ പൊയ്ക്കോളും അവർ. കാരണം ബാക്കി കുട്ടികളൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് പഠിക്കാതിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അത് ടീച്ചർമാർ അതുപോലെ തന്നെ കെയർ ചെയ്യുകയും ചെയ്യും. ഈ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ, അതുകൊണ്ട് അവർ ആ ഒഴുക്കിൽ അവർ പഠിച്ചു പൊക്കോളും. അപ്പം ചില കുട്ടികൾക്കുണ്ട്, ഇവിടെ ഭയങ്കര ഗ്രാമർ സ്കൂൾ പാടാണല്ലോ, അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ, നമ്മൾ 7ാം ക്ലാസ്സിലോട്ട് പോകുമ്പോഴത്തേനും നമ്മുടെ അതുവരെ പഠിച്ചു വന്ന നമ്മുടെ ഫ്രണ്ട്സില്ല, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ കാണും കുട്ടികൾക്ക്. പക്ഷേ അതൊക്കെ നിങ്ങളത് പറഞ്ഞു കൊടുത്തത് മനസ്സിലാക്കിയിട്ട്, കാരണം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അടുത്ത സ്കൂളിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ഫ്രണ്ട്സ് ആകുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കുട്ടികളെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ അത് കുട്ടിക്ക് എന്താണോ വേണ്ടത്, ആ ഒരു ഇതനുസരിച്ചിട്ട് നിങ്ങൾ അത് ഗ്രാമർ സ്കൂളിലേക്ക് വിടാനാണെങ്കിൽ അങ്ങനെ ട്രെയിൻ ചെയ്യുക. അത്
എത്രയും നേരത്തെ ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലത്. 3-ാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. 4-ാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നല്ലത്. 5-ലാകുമ്പോൾ പക്ഷെ കുറച്ച് ഇതാകണം. കാരണം ഞാൻ എൻ്റെ മോനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5-ാം ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചില്ലായിരുന്നു ആക്ച്വലി. അപ്പോൾ 5-ാം ക്ലാസ് തുടങ്ങി. അപ്പോൾ എനിക്കൊരു കുറച്ചൊരു സമയമേ കിട്ടിയുള്ളൂ. പിന്നെ ആ സമയം തന്നെ ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ നിന്ന് ട്യൂഷൻ എടുത്തത് അതും കുറച്ച് വേസ്റ്റ് ആയിപ്പോയി. അപ്പം ശരിക്കും എനിക്ക് അവനെ ഒരു 2 മാസം നമ്മൾ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയമേ എനിക്ക് അവനെ എനിക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയുള്ളൂ എനിക്ക് ആക്ച്വലി. അപ്പം റിസൾട്ട് വന്നിട്ടില്ല. വരുമായിരിക്കും, കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. പിന്നെ നോക്കാം. പിന്നെ കുട്ടി ഞാൻ ഈ ലിങ്ക് ഒക്കെ ഇടുന്നുണ്ട് താഴെ. അത് നോക്കിയിട്ട് നിങ്ങളത് മേടിക്കാൻ പറ്റുന്നതാണെങ്കിൽ മേടിക്കുക. ഇച്ചിരി പ്രൈസിയാണ് ബുക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലുവേ. അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഈ ഓൺലൈനിൽ നിന്നൊക്കെ എടുത്ത് കുറച്ച് പ്രാക്ടീസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ അധികമൊന്നും കിട്ടത്തില്ല. ചിലപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ കിട്ടുവുള്ളേ. അതിപ്പോൾ നമ്മൾക്ക് ആ പൂർണ്ണമായിട്ടുള്ളത് ഫുള്ള് ലെങ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രാക്ടീസ് പേപ്പർ തന്നെ നമ്മൾ മേടിക്കണം. അപ്പം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളത് ചെയ്യുക. പിന്നെ പിന്നെ ഈ കുട്ടികൾക്ക് അവരുടെ എൽഡസ്റ്റ് ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും ഇത് ഹൈ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ പക്ഷെ എന്നിരുന്നാൽ തന്നെയും നിങ്ങളൊരു ബുക്ക് മേടിച്ചിട്ട് അതിൻ്റെ ആ പാറ്റേൺ ഒന്ന് നോക്കണം. നോക്കിയിട്ട് വേണം നിങ്ങൾ പിള്ളേരെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലത്തെ നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ കൊടുക്കാനൊക്കെ പറ്റും. പിന്നെ റൈറ്റിങ്ങിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോരം ടോപ്പിക്സ് കിട്ടും. നമ്മൾക്ക് തന്നെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് തന്നെ പറയാമല്ലോ ഇന്നതിനെ പറ്റി എഴുതാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ എഴുതിക്കോളുമല്ലോ. ഇപ്പം അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നിങ്ങൾക്ക് ഇത് എന്താ പറഞ്ഞത്, ഈ ഓപ്പൺ ഡേ ഒക്കെ കാണും. നിങ്ങൾ ഏത് സ്കൂളിലേക്കാണ് കുട്ടീനെ വിടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഓപ്പൺ ഡേ ഉണ്ട്. അപ്പം ഓപ്പൺ ഡേക്ക് നിങ്ങൾ നേരത്തെ അത് അവിടെ രജിസ്റ്റർ ചെയ്യണം. അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ മോനെ കൊണ്ട് പോയത് മോൻ 5-ാം ക്ലാസ്സിലായിരിക്കുന്ന സമയത്താണ് ഞാൻ ഓപ്പൺ ഡേക്ക് പോയത്. പക്ഷേ നേരത്തെ തന്നെ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഏത് സ്കൂളിലേക്കാണോ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമ്മൾക്കവിടെ ഓപ്പൺ ഡേക്ക് നമുക്ക് അല്ലെങ്കിൽ അതിനകത്ത് കയറി കഴിഞ്ഞ് വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ഡേ അറിയാൻ പറ്റും. ഇപ്പോൾ ഓപ്പൺ ഡേക്ക് നമ്മൾക്ക് ഒരു രജിസ്ട്രേഷൻ ഉണ്ട്. അത് ചെയ്തിട്ട് നമുക്കത് ചെല്ലാം, ഓപ്പൺ ഡേക്ക് ചെല്ലാം. ചിലപ്പോൾ നമ്മൾക്ക് സ്കൂളിനെ പറ്റി അറിയാൻ പറ്റും, ടീച്ചർമാരെ പറ്റി അറിയാൻ പറ്റും. അവരൊരു 2 മണിക്കൂറോളമുള്ള ഒരു ക്ലാസ് തരും. അപ്പം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എപ്പോഴാണ് നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യേണ്ടത്, അതെല്ലാം അറിയാനായിട്ട് പറ്റും. പിന്നെ രജിസ്ട്രേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു മെയ് തൊട്ട് ജൂലൈ വരെയാണ്. പക്ഷെ ചില സ്കൂളുകളിൽ മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും രജിസ്ട്രേഷൻ ഓപ്പൺ ആണെങ്കിൽ സെപ്റ്റംബർ ആദ്യമേ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത്ര ഒരു ലോങ് ടൈം ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഇത് ഓപ്പൺ ആകുമ്പോൾ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് അങ്ങോട്ട് ഇടുക. ഇപ്പം നമ്മൾ ഈ സെപ്റ്റംബറിൽ ക്ലോസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ആ ക്ലോസ് ചെയ്തിട്ട് ഈ എക്സാമിന് ചിലപ്പോൾ ഒരാഴ്ച മുന്നേ ഒക്കെ നമ്മൾക്ക് ഇമെയിൽ വരുള്ളൂ, എക്സാം ഇന്ന ദിവസം ഇന്ന ടൈമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇമെയിൽ ചെക്ക് ചെയ്യുക. നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇമെയിൽ നമ്മൾ ഇതിനു വേണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേനും കൊടുക്കാൻ ശ്രമിക്കുക. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നേ. നമ്മളിപ്പം ഈ ഇയർ അഡ്മിഷൻ കുട്ടികൾക്ക് എടുക്കാം. ഇൻ കേസ് നമ്മൾക്ക് 7-ാം ക്ലാസ്സിൽ അവർക്ക് അഡ്മിഷൻ കിട്ടിയില്ലെന്ന് ഓർത്തോ, അപ്പോൾ വേണമെങ്കിൽ 8ലേക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം. അന്നേരം ഇപ്പം പക്ഷേ ചില സ്കൂളിലൊക്കെ എൻട്രൻസ് എക്സാം ഉണ്ട്, ചില സ്ഥലത്തൊന്നും എൻട്രൻസ് എക്സാം ഇല്ല. അന്നേരം ഇപ്പം അത് നിങ്ങൾ ഏത് സ്കൂളിലാണോ വിടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. പിന്നെ അതായത് GCSE കഴിഞ്ഞിട്ട് 11-ാം ക്ലാസ് കഴിഞ്ഞിട്ട് അഡ്മിഷൻ കുട്ടികൾക്ക് എടുക്കാം. പക്ഷേ അത് എൻട്രൻസ് ഇല്ല കേട്ടോ. അപ്പം കാരണം എൻ്റെ മോന് ഞാൻ അപ്ലൈ ചെയ്തതാണ്. അപ്ലൈ ചെയ്തിട്ട് അവനത് കിട്ടി. പക്ഷേ അവന് എന്താ പറയുന്നത് സയൻസ് ഇല്ലായിരുന്നു. കമ്പ്യൂട്ടർ സയൻസാണ് തന്നത്. അതുകൊണ്ട് ഞങ്ങൾ വേണ്ടെന്ന് വിചാരിച്ചു. കാരണം അവന് സയൻസും മാത്സും എടുക്കാനായിട്ടായിരുന്നു. അപ്പോൾ അതിന് എൻട്രൻസ് ഇല്ല. പക്ഷെ എന്നിരുന്നാലും എൻട്രൻസ് ഇല്ലെങ്കിൽ തന്നെ അത് മാർക്ക് നോക്കും. GCSEയുടെ പ്രെഡിക്റ്റഡ് സ്കോർ വെച്ചിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പം അത് കുട്ടികൾ GCSE ആയിരിക്കുന്ന ആ ഇയർ ഉണ്ടല്ലോ, ആ ഇയർ നവംബറിലാണെന്ന് എനിക്ക് തോന്നുന്നു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത്. അപ്പം ജനുവരിയിൽ അത് ക്ലോസ് ചെയ്യും. അപ്പം ജനുവരി ക്ലോസ് അതിന് മുന്നേ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ അറിയിക്കും. ഇപ്പം നമ്മൾ ആ പ്രെഡിക്റ്റഡ് സ്കോർ കാരണം ഡിസംബറിൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊരു മോക്ക് ടെസ്റ്റ് ഉണ്ട് GCSEക്ക്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആ സ്കോർ വെച്ചിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ആ പ്രെഡിക്റ്റഡ് സ്കോർ വെച്ചിട്ടാണ് ഇവർ അഡ്മിഷൻ ഓഫർ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് GCSEയുടെ എക്സാം കഴിയുന്ന അന്ന് തന്നെ നമ്മൾ ഇവരെ കോണ്ടാക്ട് ചെയ്യണം.
കഴിവതും നിങ്ങൾ അന്ന് അപ്പം തന്നെ നിങ്ങൾ രാവിലെ തന്നെ 9 മണി തൊട്ട് ഇത് കിട്ടുമല്ലോ, റിസൾട്ട് കിട്ടുമല്ലോ. അപ്പോൾ 9 മണിക്ക് തന്നെ പോയിട്ട് റിസൾട്ട് കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കുട്ടിക്ക് ആ ഇതുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിന് 5 ആൻഡ് എബവ് വേണം. 5 അവർക്ക് ഇത്തിരി ഇതാണ്, അവർ 6 ആണ് പ്രിഫർ ചെയ്യുന്നത്. അതിന് 6 വേണം. 5 ആക്ച്വലി മതി, പക്ഷേ അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ മറ്റുള്ള സബ്ജക്ട്സിന് നമ്മളത് കൂടുതൽ മേടിക്കണം. അപ്പോൾ ഇവർക്കൊരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്. ഇവിടെ എൻ്റെ മോൻ്റെ കൊടുത്തെടുത്ത് 152 ആയിരുന്നു അവരുടെ സ്കോറ് വരുന്നത്. അപ്പം അങ്ങനെയാണ് അവർ നോക്കുന്നത്. അപ്പം മാത്സിന് 7 വേണം. പിന്നെ സയൻസിനും സയൻസ്, അതായത് ഒന്നുകിൽ ട്രിപ്പിൾ സയൻസ് അല്ലെന്നുണ്ടെങ്കിൽ കമ്പൈൻഡ് സയൻസ്, അതിനൊന്നുകിൽ 6 അല്ലെങ്കിൽ എബവ്. അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ അവർക്ക് 152 വേണം. പക്ഷെ അത് 152 അത്ര പാടാന്ന് എനിക്ക് തോന്നുന്നില്ല കുട്ടികൾക്ക് അത് മേടിക്കാനായിട്ട്. കാരണം 6ഉം 7ഉം ഒക്കെ കുട്ടികൾക്ക് കിട്ടുമല്ലോ. അപ്പം ഇംഗ്ലീഷിനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും 6 ഒക്കെ എന്തായാലും കിട്ടും കുട്ടികൾക്ക്, 5 അല്ലെങ്കിൽ 6. അപ്പം ഇംഗ്ലീഷിന് 5 ആണെന്നുണ്ടെങ്കിൽ അപ്പം അപ്പുറത്ത് നമ്മൾ സയൻസിനും മാത്സിനും നമ്മളത് കൂടുതൽ മേടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം അങ്ങനെ അതാകുമ്പോഴത്തേന് എൻട്രൻസ് ഇല്ല. അപ്പം രണ്ട് കോളേജിൽ പോകുന്ന സമയത്ത് നമ്മൾക്ക് 6th ഫോമിന് നമ്മൾക്ക് ഇവിടെ പോകാം. ഈ എ ലെവലും ഈ 6th ഫോം എന്ന് പറയുന്ന കുട്ടികളുടെ ജീവിതത്തിലൊരു എന്താ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 years ആണല്ലോ. അപ്പോൾ അവർക്ക് യൂണിയിലേക്കൊക്കെ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്താ പറയുന്നത്, ഈ GCSEയുടെ അല്ല, എ ലെവലിൻ്റെ ഫസ്റ്റ് ഇയറിലെ മാർക്കും പിന്നെ സെക്കൻഡ് ഇയർ നോക്കും. പക്ഷെ ആ 2 വർഷം കുട്ടികൾ നല്ലൊരു ഡിസിപ്ലിനിൽ പഠിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് നല്ല ഒരു മാർക്ക് കിട്ടും എന്നാണ് എൻ്റെ ഒരിത്. ഇപ്പം ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, എന്നെ 1-2 പേര് വിളിച്ചു, പിന്നെ മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ ഓർത്ത് എന്തോരം ആൾക്കാരാണ് അറിയാനുള്ള ആഗ്രഹമേ. കാരണം മിക്കവർക്കും അറിയത്തില്ല എന്താണ് ചെയ്യേണ്ടത്, ആരോടാ ചോദിക്കേണ്ടതെന്നൊക്കെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഓർത്തത് ഓരോരുത്തരോട് പറയുന്നതിലും നല്ലത് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കാണുന്നവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമോ, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ എന്ന്. പിന്നെ ഞാനും ഇതുപോലെ തന്നെ എൻ്റെ മോനെ പഠിപ്പിക്കാനായിട്ട് എനിക്ക് പലരോടും ചോദിച്ചിട്ടൊന്നും എല്ലാവരും പറഞ്ഞു പുസ്തകങ്ങളൊന്നും മേടിക്കുന്നില്ല, അവർക്ക് അറിയത്തില്ല എന്താണ്, ട്യൂഷനില്ല, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ആകപ്പാടെ ഒരു കൺഫ്യൂഷനായിരുന്നു, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നേ. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് എനിക്ക് ഏറ്റവും അടുത്തുള്ള ഒരു ചേച്ചിയോട് ചോദിച്ചത്. അപ്പോൾ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇന്നൊക്കെ ബുക്സാണ് മേടിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നത്. പിന്നെ ചേച്ചിയുടെ മോനാണ് ഇവനെ ഈ നമ്മുടെ സമ്മർ ഹോളിഡേ ടൈമിൽ എൻ്റെ മോനെ ഹെൽപ്പ് ചെയ്തതൊക്കെ, അതായത് പഠിക്കാനായിട്ടും മാത്സിൻ്റെയൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടൊക്കെ അവരോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. അപ്പം അതുപോലെ ഞാൻ ഓർക്കുന്നത്, നമ്മൾ ചില ആൾക്കാർ പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടാണ് നമ്മൾക്ക്. അപ്പം എനിക്കറിയത്തില്ല അതെന്താണെന്നറിയത്തില്ല. ഇപ്പം നമ്മുടെ കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ കുട്ടിക്ക് കിട്ടാതിരിക്കും, അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഇത്ര മാർക്കാണെന്നുണ്ടെങ്കിൽ 2 പേർക്കും ഒരേ മാർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് അഡ്മിഷൻ കൊടുക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കാൻ മടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം എൻ്റെ സമയത്ത് ആ ഒരു നല്ലൊരു ബുദ്ധിമുട്ട് എനിക്ക് വന്നേ, അതുകൊണ്ടാണ്. അപ്പം ഇപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അറിയാവുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവരുടെ മക്കളെയും കൂടെ എൻകറേജ് ചെയ്തു അങ്ങനെ എക്സാം ഒക്കെ എഴുതുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെല്ലാം ഗ്രാമർ സ്കൂളിൽ പഠിക്കാനായിട്ട് വരട്ടെ എന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക അവരെ. ഇപ്പം പലർക്കും ഞാൻ പറഞ്ഞില്ല അറിയാത്തവരുണ്ട് എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. ഞാനിപ്പോൾ ബുക്സിൻ്റെയൊക്കെ ലിങ്ക് ഇട്ടെടുക്കുന്നു പറഞ്ഞിട്ടില്ലേ, അതൊന്നും പ്രൊമോഷനല്ല. കാരണം ഞാനിത് തപ്പി കണ്ടുപിടിച്ച ആമസോണിൽ നിന്നൊക്കെ തപ്പി കണ്ടുപിടിച്ചതാണ്. അപ്പം ഇതിലും കുറവായിട്ട് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ അവിടുന്ന് മേടിക്കാം. ഇല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ബുക്സ് നേരത്തെ കുട്ടികൾ പഠിച്ച കുട്ടികളൊക്കെ കാണുമല്ലോ, അപ്പം അവരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ ബുക്സ് മേടിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ കുറച്ച് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്സ് മേടിച്ചിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതെല്ലാം കൂടെ ഷെയർ ചെയ്യാം പൈസ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതിനൊക്കെ വേണ്ടത് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുക. അപ്പം നിങ്ങളുടെ കുട്ടികളെ അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ വിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടോ, അതെന്താണ്, അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്, എന്താണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, എന്ത് ബുക്സാണെന്നൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ചിട്ട് നമ്മൾക്ക് പരസ്പരം ഹെൽപ്പ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളെന്തിനാണ് നമുക്കറിയാവുന്ന കാര്യം മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ, എന്നാലല്ലേ നമുക്ക് അറിവ് കിട്ടുള്ളൂ. നമ്മുടെ അറിവും കൂടും, മറ്റുള്ളവരോട് പറയുമ്പോഴത്തേന് അവർക്കും ഒരു ഹെൽപ്പ് ആകുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കാൻ ശ്രമിക്കുക. ഇപ്പം അറിയാൻ മേലാത്തത്
പറഞ്ഞു കൊടുക്കുക. കാരണം നമ്മളിപ്പോൾ അറിയുന്നവരിപ്പം എന്നെ ഇന്നലെ വിളിച്ചവരൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടോ എന്ന് അറിയത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അറിയാവുന്നത് പറഞ്ഞു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ശരി എന്നാൽ.